അപ്പോൾ നമ്മുടെ ഹാക്കിംഗ് സീരീസിൻ്റെ പാർട്ട് 1 ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെ കാളി ലിനക്സ് നമ്മളെ ലാപ്പിൽ പി സിയിൽ എങ്ങനെ മാക്കിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളതാണ്. അപ്പം ഇതിനകത്തുള്ള ലിങ്കും ഫയലൊക്കെ ഓൾറെഡി ടെലിഗ്രാം ചാനലിൽ ഓൾറെഡി കൊടുത്തേപ്പുണ്ട്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായിട്ടില്ല, ലിങ്ക്സ് ഒന്നും കിട്ടിയില്ലെങ്കിൽ മാത്രം ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം. അപ്പം ടെലിഗ്രാം ചാനലിൽ ഓൾറെഡി നമ്മൾ കുറേ ട്യൂട്ടോറിയൽ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഈ യൂട്യൂബിലാണെങ്കിൽ കുറേ ട്യൂട്ടോറിയൽ ഇടാൻ പറ്റില്ല, കാരണം ഓൾറെഡി നമുക്ക് കമ്മ്യൂണിറ്റി കൊണ്ട് ഗൈഡ്ലൈൻസിൽ നിന്ന് ബാൻ കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ വീഡിയോ ട്യൂട്ടോറിയലെല്ലാം നമ്മൾ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരും നമ്മൾ പ്രൈവറ്റായിട്ടും ലിങ്ക്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാം ബാനിങ് ടൂള് കുറേ ലൈക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അതിനുള്ള കുറേ ടൂൾസും കാര്യങ്ങളും ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഫയലും കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പം തന്നെ നമുക്ക് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസിൽ നിന്ന് ബാനും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്യാൻ ലേറ്റ് ആവുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ 2 ദിവസം മുമ്പ് നമ്മൾ ട്യൂട്ടോറിയൽ എന്നും പറഞ്ഞ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ബാൻ കിട്ടി. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ട്യൂട്ടോറിയലായിട്ടുള്ളത്. അപ്പം ഇല്ലീഗൽ ട്യൂട്ടോറിയലൊക്കെ ആണെങ്കിൽ നമ്മൾ ടെലിഗ്രാം ചാനലിലായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം മസ്റ്റായിട്ട് നിങ്ങൾ ഇതേപോലുള്ള വീഡിയോ കണ്ടൻറ്റ്സ് വേണമെങ്കിൽ മാത്രം നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലോട്ട് കിടക്കാം. വലിയ ലാഗൊന്നും അടിപ്പിക്കുന്നില്ല. അപ്പം നമുക്ക് കാളി ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഒരു വെർച്വൽ ബോക്സ് ആദ്യം ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരുന്നുണ്ട്. ഒരു വെർച്വൽ ബോക്സ് എന്ന് അറിയാത്തവർക്ക് വേണ്ടിയാണ് നമ്മുടെ സോഫ്റ്റ്വെയർ ജസ്റ്റ് ക്ലോൺ ചെയ്യാം. അങ്ങനെ തന്നെയാണ് വെർച്വൽ ബോക്സ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആൻഡ്രോയിഡോ മാക്കോ എന്ത് വേണമെങ്കിൽ വെർച്വൽ ബോക്സ് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ നമ്മളവിടെ കാളി ലിനക്സ് ആണ് ഈ വെർച്വൽ ബോക്സിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഗൂഗിളിൽ അല്ലെങ്കിൽ ക്രോം ബ്രൗസറിലാണ് കയറിയിട്ട് വെർച്വൽ ബോക്സ് എന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് ടെലിഗ്രാം ചാനലിൽ ഓൾറെഡി ഞാൻ ഇതിൻ്റെ ലിങ്ക്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്താലും മതി. അപ്പം ആദ്യം നമുക്ക് കാളി ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യാം, എന്നിട്ട് വെർച്വൽ ബോക്സ് ഇൻസ്റ്റാൾ ചെയ്യാം. എങ്ങനെയായാലും ആദ്യം നമുക്ക് വെർച്വൽ ബോക്സ് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ വെർച്വൽ ബോക്സ് എന്ന് പറയുന്ന ലിങ്ക് നമ്മളിവിടെ ഓൾറെഡി ടെലിഗ്രാം ചാനലിൽ കൊടുത്തപ്പോൾ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ നമ്മൾ എൻ്റെ ഫസ്റ്റ് കമൻറ്റ് പിൻ ചെയ്ത് വെച്ചപ്പോൾ ഉണ്ട് നമ്മുടെ ടെലിഗ്രാം ചാനൽ ലിങ്ക്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വെർച്വൽ ബോക്സ് ആദ്യം ഓപ്പൺ ചെയ്യാം. നമ്മുടെ മൈക്രോസോഫ്റ്റിലോട്ടാണ് പോയിരിക്കുന്നത്. ഈ വെർച്വൽ ബോക്സിനകത്ത് വെർച്വൽ ബോക്സിനകത്ത് ഇവിടെ ഡൗൺലോഡ് എന്നൊരു ബട്ടൺ കൊടുത്തേക്കൊണ്ട് ഇവിടെ വെർച്വൽ ബോക്സ് 7.0 ഡൗൺലോഡ് എന്നൊരു ബട്ടൺ കൊടുത്തേക്കൊണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. അപ്പം ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ആകുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഡൗൺലോഡ് ആകുന്ന ബട്ടൺ വരും. അപ്പോൾ ഇതിനകത്ത് വെർച്വൽ ബോക്സ് വിൻഡോസ് ആണോ മാക് ആണോ, അപ്പോൾ നിങ്ങളുടെ ഏത് സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ എൻ്റെ വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ വിൻഡോസ് ആണ് കൊടുക്കുന്നത്. വിൻഡോസിൻ്റെ ഇവിടെ ഡൗൺലോഡ് കൊടുക്കുക. നിങ്ങളുടെ മാക് ആണെങ്കിൽ മാക് കൊടുക്കുക, ലിനക്സ് ആണെങ്കിൽ ലിനക്സ് കൊടുക്കുക. നിങ്ങളുടെ എന്താണോ അതാണ് അവിടെ കൊടുക്കേണ്ടത്. ജസ്റ്റ് ഞാൻ വിൻഡോസ് കൊടുക്കുന്നു. വിൻഡോസ് കൊടുത്ത് കഴിയുമ്പോൾ തന്നെ ഇവിടെ വെർച്വൽ ബോക്സ് ഇൻസ്റ്റാൾ ആവുന്നതാണ്. അപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്തില്ല, ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചപ്പോൾ ഉണ്ട് വെർച്വൽ ബോക്സ്. ഡൗൺലോഡ് ആയതിനു ശേഷം നമുക്കിവിടെ ഇൻസ്റ്റാളിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ബട്ടൺ വരും. അപ്പോൾ നമുക്ക് ഇൻസ്റ്റാൾ മാത്രം കൊടുത്താൽ മതി. ഡൗൺലോഡ് ബട്ടണിൽ വെർച്വൽ ബോക്സ് അപ്പം ഇത് ഇൻസ്റ്റാൾ കൊടുക്കുക. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം പിന്നെ രണ്ടാമത്തെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടത് കാളി ലിനക്സ് ആണ്. അപ്പോൾ കാളി ലിനക്സിൻ്റെ ഒഫീഷ്യലിൽ നമുക്കൊരു ലിങ്ക് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് കാളി ലിനക്സിൻ്റെ. അത് നമ്മൾ ആദ്യം ഇൻസ്റ്റാൾ ചെയ്യുക. പിന്നെ അതിൻ്റെ ലിങ്ക് നമ്മൾ കൊടുത്തപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് കാളി ലിനക്സിന് ഗൂഗിൾ സെർച്ച് ചെയ്താലും മതി. അപ്പോൾ കാളി ലിനക്സ് .org എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റാണ് നമുക്ക് കാളി ലിനക്സിൽ നിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ജസ്റ്റ് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും ആദ്യം തുടക്കം വരിക. അപ്പോൾ നമ്മൾ ഇതിൽ അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്, അല്ലെങ്കിൽ ഓൾറെഡി വീഡിയോ സ്കിപ്പ് അടിച്ചോ കുഴപ്പമില്ല. ഇൻസ്റ്റാൾ അറിയാവുന്നവർക്ക് നമുക്ക് നെക്സ്റ്റ് ട്യൂട്ടോറിയൽ തൊട്ട് എങ്ങനെ ബേസിക് കമാൻഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുമ്പം അത് കണ്ടാൽ മതി. ഡൗൺലോഡ് എന്ന് പറയുന്ന ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യാം. അപ്പം ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുമ്പം നമുക്കിവിടെ കാളി ലിനക്സ് വെർച്വൽ മെഷീനിലാണോ അതോ ഇൻസ്റ്റാൾ ഓൾറെഡി സോഫ്റ്റ്വെയർ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാനോ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ വെർച്വൽ മെഷീനാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ വെർച്വൽ മെഷീൻ എന്ന് പറയുന്ന ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം, ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഇവിടെ 64 ബിറ്റ് വെർച്വൽ ബോക്സ് 64 ബിറ്റ് നമുക്ക് OVA ഫയൽ കിട്ടുവാണെങ്കിൽ മാക്സിമം OVA ഫയൽ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുക. OVA ഫയൽ ഇപ്പോൾ കിട്ടുന്നില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് 7 ചിപ്പ് എന്ന് പറയുന്ന ഒരു എക്സ്ട്രാക്ടർ നമുക്ക് ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഇത് ചിപ്പ് എക്സ്ട്രാക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്കിവിടെ 64 ബിറ്റിൻ്റെ വെർച്വൽ ബോക്സിൻ്റെ ഫയൽ ഇവിടെ കൊടുത്തേക്കുന്നുണ്ട്. ഈ വെർച്വൽ ബോക്സിൻ്റെ ഫയൽ വേണം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ 64-ൻ്റെ. അപ്പോൾ VMwareൻ്റെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. VMware ഇൻസ്റ്റാൾ ചെയ്യുന്നവർക്ക് കുഴപ്പമില്ല, VMware ഇൻസ്റ്റാൾ ചെയ്യാം. നമുക്ക് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് വെർച്വൽ ബോക്സ് ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ വെർച്വൽ ബോക്സിൻ്റെ 64 ബിറ്റിൻ്റെ ഫയലാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ നമ്മൾ വെർച്വൽ ബോക്സിന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. നമ്മുടെ വെർച്വൽ ബോക്സ് കാലയിൽ നമുക്ക് ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും. ഞാനിത് ഇൻസ്റ്റാൾ ചെയ്ത് ലാഗ് അടുപ്പിക്കുന്നില്ല, അത് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള നെക്സ്റ്റ് വീഡിയോ കാണിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടാണ് ഈ കാലിനക്സ് ഇൻസ്റ്റാൾ ആകുന്നത് OBI ഫയലായിരിക്കത്തില്ല ഇൻസ്റ്റാൾ ആകുന്നത്. നേരത്തേക്ക് OBI ഫയലാണ് ഇൻസ്റ്റാൾ ആവുന്നത്. അപ്പോൾ നമ്മളിത് ഈ ചിപ്പ് ഈ OBI ഫയൽ അല്ലാത്ത ചിപ്പ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ 7 ചിപ്പ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ജസ്റ്റ് ഒരു സോഫ്റ്റ്വെയർ അല്ല, ജസ്റ്റ് ഒരു എക്സ്ട്രാക്ടറാണ്, ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അപ്പം അതിന് നമുക്കാണ് ഇവിടെ ഏതാണ് ആൻഡ്രോയിഡ് വിൻഡോസ് ഏതാണെന്ന് വെച്ചാൽ കൊടുക്കണം. അപ്പോൾ നമ്മൾ വിൻഡോസിൻ്റെ 64 ബിറ്റിൻ്റെ ഫയലും ഉണ്ട്, അല്ലാനുള്ള ഫയലും ഉണ്ട്. അപ്പം നമുക്ക് ലിനക്സ് വിൻഡോസ് അപ്പം വലിയ MB ഒന്നും വരുന്നില്ല, 2 MBക്കകത്തേ വരുന്നുള്ളൂ. അപ്പം നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്യണം. ഇത് ജസ്റ്റ് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യാം, ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരുന്നില്ല. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ആണ്, അതുകൊണ്ട് ഇവിടെ വീഡിയോ ബേസ് ചെയ്യാണ്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അപ്പം നമ്മൾ 3 കാര്യങ്ങളാണ് ഡൗൺലോഡ് ചെയ്തത്. ഒന്ന് 7Z ചിപ്പ് എക്സ്ട്രാക്ടർ, ഒന്ന് കാലി ലിനക്സിൻ്റെ ഫയൽ, പിന്നെ നമ്മളെ ഒറാക്കിൾ വെർച്വൽ മെഷീൻ ബോക്സ്. അപ്പം ഒറാക്കിളിൻ്റെ വെർച്വൽ നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്യുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് തന്നെ അതിൽ ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും. അപ്പം നമ്മൾ ഒറാക്കിളിൻ്റെ വെർച്വൽ ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കില്ല കാണിക്കുന്നത്. ഇപ്പം ഞാൻ ഓൾറെഡി ആൻഡ്രോയിഡിൻ്റെയും ലിനക്സിൻ്റെയും ഒരു ഫയൽ ഓൾറെഡി ഇവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു ഫയൽ നമുക്കിവിടെ കാണിക്കുന്നത്. ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. അപ്പം നമുക്ക് ഞാനിപ്പോൾ ആൻഡ്രോയിഡിൻ്റെയും ലിനക്സിൻ്റെയും ഫയൽ ഇൻസ്റ്റാൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതാണ് ഇങ്ങനെ കാണിക്കുക. അപ്പം നിങ്ങൾക്ക് ആദ്യം തുറക്കുമ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കില്ല വരുന്നത്. അപ്പോൾ അതിനാദ്യമായിട്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ മാക്കിൻ്റെയോ വിൻഡോസിൻ്റെയോ ഫയൽ മാനേജറിലോട്ട് പോവുക. ഫയൽ മാനേജറിലോട്ട് പോയി കഴിയുമ്പം നമുക്ക് ഇവിടെ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത കാലി ലിനക്സിൻ്റെ ഈ ഫയൽ കാണാം. ഇപ്പോൾ ഓൾറെഡി എക്സ്ട്രാക്ട് ചെയ്ത ഫയലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ചിപ്പ് എക്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഫയലാണ് ഇവിടെ വരുന്നത്. അപ്പം നിങ്ങൾ ആദ്യം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ചിപ്പ് എക്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഫയലായിരിക്കില്ല വരുന്നത്. ഇതെങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യുക? അപ്പോൾ ആൻഡ്രോയിഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ലിനക്സിൻ്റെ ഒരു ചിപ്പ് എക്സ്ട്രാക്റ്റ് ആവാത്തൊരു ഫയലായിരിക്കും. അപ്പോൾ നമ്മൾ വേണമെങ്കിൽ ലിനക്സ് ഉപയോഗിച്ച് നമുക്ക് മാക്കിൻ്റെ എക്സ്ട്രാക്റ്റർ ഉപയോഗിച്ചോ അതോ വിൻഡോസിൻ്റെ എക്സ്ട്രാക്റ്റ് ഉപയോഗിച്ചോ എക്സ്ട്രാക്ട് ചെയ്യാം. ചിലപ്പോൾ അത് എക്സ്ട്രാക്റ്റ് ആകുന്നതിന് എന്തെങ്കിലും എറർ വരും. അതിനാണ് നമ്മൾ 7Z ചിപ്പർ എന്ന് പറഞ്ഞ സെപ്പറേറ്റ് എക്സ്ട്രാക്ടർ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം അത് നമുക്ക് ആദ്യം എക്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഈ ഫയലുണ്ട്, ഈ ഫയലായിരിക്കും ഇതിൽ നിങ്ങൾക്ക് വരുന്നത്. നിങ്ങൾക്ക് ഒരു ചിപ്പ് ലോക്ക് ചെയ്തൊരു ഫയലായിരിക്കും വരുന്നത്. അത് ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഷോ മോർ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, ജസ്റ്റ് മാർക്ക് ചെയ്ത് കാണിക്കാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഷോ മോർ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ 7Z ചിപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് 7Z ചിപ്പ്. നമ്മൾ ഇത് ഓൾറെഡി ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഈ 7Z ചിപ്പ് നമ്മുടെ PC-ലോട്ട് എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷം മാത്രം ഈ 7Z ചിപ്പ് എന്ന് പറയുന്ന ഈ ഒരു ഫയൽ ഇവിടെ വരുന്നതായിരിക്കും, ഇവിടെ എക്സ്ട്രാക്ട് ചെയ്യാൻ വരുന്നതായിരിക്കും. ഇതിനകത്ത് ഇതിപ്പോൾ ഞാൻ ഓൾറെഡി എക്സ്ട്രാക്ട് ചെയ്ത ഫയലാണ്, അതുകൊണ്ടാണ് കംപ്രസ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ കംപ്രസിന് പകരം എക്സ്ട്രാക്റ്റ് ആയിരിക്കും വരുന്നത്. എക്സ്ട്രാക്റ്റ് ഫയൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് ഇതേപോലെ ഒരു ഫയൽ കാലി ലിനക്സിൻ്റെ എക്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഫയൽ ഇവിടെ ഓൾറെഡി ഇതാവുന്നതായിരിക്കും. അപ്പം എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ കാലി ലിനക്സിൻ്റെ ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ കാലി ലിനക്സ് വെർച്വൽ ബോക്സ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ വെർച്വൽ ബോക്സ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് തന്നെ കാലി ലിനക്സിൻ്റെ വെർച്വൽ ബോക്സ് എന്ന് പറയുന്ന സെപ്പറേറ്റ് ഒരു ലിങ്ക് ഇവിടെ വെർച്വൽ ബോക്സിൻ്റെ ഇത് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം, ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ വെർച്വൽ ബോക്സ് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇപ്പോൾ ഇൻസ്റ്റാൾ ആകുന്നില്ല, ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, അവിടെ ഇൻസ്റ്റാളിങ് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ വെർച്വൽ ബോക്സിനകത്തോട്ട് കാലി ലിനക്സ് ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും. ഇന്ന് ഇത്രയും ട്യൂട്ടോറിയൽ നമ്മൾ ഇവിടുന്ന് കാണിക്കുന്നുള്ളൂ, കാലി ലിനക്സ് ഓപ്പൺ ചെയ്യുന്ന ട്യൂട്ടോറിയലും കാണിക്കുന്നുള്ളൂ. അപ്പം ഓക്കെ, ഇപ്പോൾ വെർച്വൽ ബോക്സിനകത്ത് നമ്മൾ കാലി ലിനക്സ് ഇങ്ങനെ വരില്ല എനിക്ക് ഇൻ്റർഫേസ്, ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കാലി ലിനക്സ് ഇതിലോട്ട് എക്സ്ട്രാക്റ്റ് ആവുന്നതായിരിക്കും. പിന്നെ ഇവിടെ സ്റ്റാർട്ട് എന്നൊരു ബട്ടൺ ഉണ്ട്, ഇവിടെ സ്റ്റാർട്ട് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്, ഷോ സ്റ്റാർട്ട്. ഈ സ്റ്റാർട്ട് എന്ന ബട്ടൺ എനിക്ക് വരുന്നത് ഞാൻ ഓൾറെഡി കാലി ലിനക്സ് ഇൻസ്റ്റാൾ കൊടുത്തുകൊണ്ടാണ് ഇവിടെ ഷോ വരുന്നത്. ജസ്റ്റ് അപ്പോൾ അവിടെ ഷോ കാണിക്കാം.
ഷോ ബട്ടൺ. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഇൻ്റർഫേസ് കാളി ലിനക്സ് ഇൻസ്റ്റാൾ ആയി വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കാളി ലിനക്സ്. ഇതിൻ്റെ പാസ്വേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാളി അപ്പോൾ വെച്ചാൽ KALI, പിന്നെ അതിൻ്റെ യൂസർ നെയിമും പാസ്വേഡും ഒന്നും KALI കാളി. ജസ്റ്റ് ഇത്രയും അടിച്ച് കഴിയുമ്പോൾ നമ്മൾ കാളി ലിനക്സ് ഓപ്പൺ ആയിരിക്കും. ഇത്രയുള്ള നമ്മുടെ കാളി ലിനക്സിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ കാളി ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ജസ്റ്റ് ടൈം എടുക്കും. ആദ്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നവർക്കാണെങ്കിൽ ജസ്റ്റ് ടൈം എടുക്കും. അപ്പം ഇതിനുള്ള എങ്ങനെയാണ് കാളി ലിനക്സ് യൂസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇത്രയുള്ള നമ്മൾ കാളി ലിനക്സ് ഇൻസ്റ്റാളേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെർച്വലോഗ്സും ജസ്റ്റ് കാളിയുടെ ഫയലും യൂസ് ചെയ്താൽ മതി. 7Z നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ചിപ്പ് എക്സ്ട്രാക്ടർ ഇല്ലെങ്കിൽ മാത്രം 7Z യൂസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇവിടെ താഴെ നമുക്ക് കാളി ലിനക്സിൻ്റെ ഒരു വിൻഡോ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ കാളി ലിനക്സ്. ഇതിൽ ഓരോ ടൂളുകളും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതും ഇതാണ് നമ്മുടെ ടെർമിനലാണ് നമ്മൾ കൂടുതലും കാളി ലിനക്സ് യൂസ് ചെയ്യുന്നത്. അല്ലാതെ ജസ്റ്റ് ഇപ്പോൾ ഒരു ഹോമിൽ കയറണമെങ്കിൽ നമ്മൾ ഒരിക്കലും ഹോം അടിക്കില്ല. നമ്മൾ കാളി ലിനക്സ് ഹോമൊന്നും പറഞ്ഞ് കയറില്ല, നമ്മൾ ടെർമിനലാണ് യൂസ് ചെയ്യുക. അപ്പം ബേസിക് കമാൻഡ്സും കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോ പാർട്ടായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമായിട്ട് താഴെ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക. ടെലിഗ്രാമിൽ കോൺടാക്ട് ചെയ്താൽ ചിലപ്പം റിപ്ലൈ തരാൻ കുറച്ച് വെയിറ്റ് ചെയ്യും, കാരണം തോന്നിയ പേര് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യാൻ മാക്സിമം ശ്രമിക്കാം. അപ്പോൾ ടെലിഗ്രാമിൽ വേണമെങ്കിൽ ബോട്ടിനോട് ചോദിച്ചാൽ ഞാൻ ബോട്ട് വഴി റിപ്ലൈ തരുന്നതായിരിക്കും. പേഴ്സണൽ മെസ്സേജ് ചിലപ്പം ടൈം കിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. എന്തെങ്കിലും എററോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എനിക്ക് ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ ഓൺലൈനിൽ തന്നെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. Okay.